പുട്ടും ചെട്ടിനാട് ചിക്കനും വന്നിട്ടുണ്ട്. ഹായ്, ഞാൻ സുജിത്. വെൽക്കം ടു ജേണി. കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്ന ഹയ ഖൈത്താൻ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് ഇന്നുള്ളത്. അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചെട്ടിനാട് ചിക്കൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. ചെട്ടിനാട് ചിക്കൻ കുക്ക് ചെയ്യുന്ന വീഡിയോ നമുക്കിന്ന് കാണാം. ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ കപ്പ ബിരിയാണിയും മറ്റ് ഫുഡ് ഐറ്റംസിനെ കുറിച്ചൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ താല്പര്യമുള്ളൊരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഒന്ന് പോയി കാണുക. ഇത് ചിക്കൻ ചെട്ടിനാട് ചിക്കൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ ആശ ഒന്നും പറയൂല, അങ്ങ് എല്ലാം എടുത്ത് തട്ടി എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കണം എന്താണ് ചെയ്യണം, എന്നാലേ പറയുള്ളൂ പുള്ളി. इसमें सवाला टोमेटो दूसरे क्या है? क्या अभी सवाला टोमेटो खाली दो है ना. സവാളയും ടൊമാറ്റോയാണ് ഇതിലിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഹോട്ടലായതുകൊണ്ട് കുറച്ച് വലിയ ക്വാണ്ടിറ്റി കൂടുതലാണ് ഇട്ടിരിക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് ഇതാണിപ്പം എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. പച്ചമുളക് ഉപ്പ കൊണ്ടിടും ഇട്ടു. ഇത് എടുത്ത് ഒരു മിക്സിയിലാക്കുകയാണ്. ആ ചൂടോടെ എണ്ണയോടെ തന്നെ എടുത്ത് മിക്സിയിലാക്കുകയാണ്. പുള്ളി പറഞ്ഞാൽ അത് മിക്സിയിലിട്ട് അടിക്കും. ആ ചൂട് എണ്ണയോടെ തന്നെ മിക്സിയിലിട്ട് അടിക്കും. മിക്സായി വരാൻ വേണ്ടിയാണ്. ടേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് പുള്ളി. അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് പുള്ളി. ഇതിപ്പോൾ മല്ലിപ്പൊടി ഇടുവാണ്. നമ്മൾ വയ്ക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ഇട്ടാൽ മതി. ഇപ്പം കറി വയ്ക്കുന്നതുകൊണ്ട് പുള്ളി 1.5 സ്പൂൺ ഇട്ടു. ഇത് നമ്മുടെ മുളക്, ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, മസാല, അതൊരു ചിക്കൻ മസാല ഇടുവാണ്. അടുത്തത് കുരുമുളക് പൊടിയാണ് ഇടുന്നത്. ബ്ലാക്ക് പെപ്പർ. അടുത്ത് ഗരം മസാല, ഇട്ട് മിക്സ് ചെയ്യുവാണ്. ചിക്കൻ ചെട്ടിനാട് ഉണ്ടാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിക്കൻ ചെട്ടിനാട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇടാൻ പോവാണ്. ചിക്കൻ ഇട്ടിട്ടുണ്ട്. ചെട്ടിനാട് ചിക്കനിൽ ചിക്കൻ പീസ് ഇട്ടിട്ടുണ്ട്. നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെട്ടിനാട് ചിക്കൻ. ഇത് ഇതിലിടാനുള്ള സാധനങ്ങൾ എണ്ണയിലിട്ട് വറുക്കുന്നതാണ്. ജീരകവും വെളുത്തുള്ളിയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇത് പെരുംജീരകമാണ്. പെരുംജീരകം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ കടു ഇട്ടു. ഇപ്പം ജീരകം, പെരുംജീരകം, കടു, അതുപോലെ നമ്മൾ വെളുത്തുള്ളി ഇത്രയാണ് ഇട്ടിരിക്കുന്നത്. അതിൽ തേങ്ങ ഇട്ട് ഇട്ടിരിക്കുന്ന തേങ്ങയാണ്. തേങ്ങ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കരുതി കടുവറുക്കുവാണ്, പക്ഷേ കടുവറുക്കുന്നതല്ല സംഭവം. ജീരകം, പെരുംജീരകം, കടു, വെളുത്തുള്ളി, തേങ്ങ ഇത്രയിട്ട് എണ്ണയിലിട്ട് മിക്സ് ചെയ്യുവാണ്. ഇതിലൂടെ നമ്മൾ മുളകിട്ടു, പിന്നെ കറിവേപ്പില,
ഇനി മിക്സ് ചെയ്യും. അപ്പോൾ നമ്മൾ ഐറ്റംസ് എല്ലാം കൂടെ നമ്മുടെ ചെട്ടിനാട് ചിക്കനിലോട്ട് ഒന്ന് തട്ടി റെഡി. അപ്പോൾ നമ്മൾ ചെട്ടിനാട് ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. ചെട്ടിനാട് ചിക്കൻ റെഡിയായി. നമ്മൾ ചെട്ടിനാട് ചിക്കൻ പാത്രത്തിലോട്ടാക്കുവാണ്. അപ്പോൾ പുട്ടും ചെട്ടിനാട് ചിക്കനും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുട്ടും ചെട്ടിനാട് ചിക്കനും കഴിക്കാം. ചെറിയൊരു പീസ് എടുത്ത് പുട്ട് നമ്മളിങ്ങനെ പൊടിച്ചിട്ട് കൊള്ളാം. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. സാധാരണ ചിക്കൻ കറിയുടെ ടേസ്റ്റ് അല്ല, വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ്. അടിപൊളി ടേസ്റ്റാണ്. എന്തൊക്കെ നമുക്ക് ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ എനിക്കറിയില്ല. അത്യാവശ്യം നല്ല എരിവുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ചെട്ടിനാട് ചിക്കൻ മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. പൊറോട്ടയും ചിക്കനാണ് എൻ്റെ ഫേവറേറ്റ്. പക്ഷേ പുട്ട് കണ്ടപ്പം പുട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പുട്ട് ചിക്കൻ സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കുക്ക് ചെയ്ത് വെക്കുക. ഇന്ന് ഒറ്റയ്ക്കാണ്, രാജേട്ടനില്ല. രാജേട്ടൻ ഓണപ്പരിപാടിയായിട്ട് തിരക്കാണ്. പുട്ടും ചിക്കൻ കറി നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്. അതുപോലെ ഖൈത്താനിലെ എല്ലാ റെസ്റ്റോറൻറ്റിലും പുട്ടൊന്നും കിട്ടത്തില്ല, പക്ഷേ ഹയയിൽ കിട്ടും. പുട്ട് കിട്ടും, ഇടിയപ്പം കിട്ടും, ഓൾമോസ്റ്റ് എല്ലാ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളും ഇവിടെ കിട്ടും. അതുകൊണ്ടാണ് എനിക്കിവിടെ ഫേവറേറ്റ് റെസ്റ്റോറൻ്റായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെട്ടിനാട് ചിക്കൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരത്തേക്കും ബൈ.